السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും ബഹുമാനവും ആദരവുമുള്ള മുഅ്മിനീങ്ങൾ, അല്ലാഹു തആല ഞങ്ങളെ ഈ പ്രവർത്തനങ്ങളൊക്കെയും സ്വീകരിക്കുമാറാകട്ടെ. റമദാൻ നോമ്പ് നിർബന്ധ ಆರುಗೇಟಿಕಡೆ ಅಥವಾ ರಮಲಾನಿನ ಉಪವಾಸ ಯಾರಿಗೆ ಕಡ್ಡಾಯವಾಗಿದೆ? റമദാന്റെ നോമ്പ് മുക്കല്ലഫായ എല്ലാ മനുഷ്യന്മാർക്കും നിർബന്ധ ഇട്ടിക്കട്. മുക്കല്ലഫ് ചൊന്നെങ്കിൽ അവൻ മുസ്ലിം ആവണു, അതുപോലെ ബാലിഗാവണു, പ്രായപൂർത്തിയാവണു, ബുദ്ധിയുള്ളവനാവണം, ശുദ്ധിയുള്ളവനുമാവണം. അപ്പം പ്രായപൂർത്തി ചെന്നെങ്കിൽ സാധാരണ 15 വയസ്സാകുമ്പോൾ ഇട്ടിക്കട് പ്രായപൂർത്തി ആവിടെ. അപ്പോൾ 15 വയസ്സ് സാധാരണ അതിന് മുന്നോലും ആവിട്. ചില ആൾമാർക്ക് ആക്കിൽ ബുദ്ധിയുള്ളവനാവണം ചൊല്ലുമ്പോഴത്തേക്കു ബുദ്ധിയില്ലാത്ത മന്ദബുദ്ധി അല്ലെങ്കിൽ പിരാന്ത അല്ലെങ്കിൽ ബോധ പോവ ഇങ്ങനത്തെ ഓരോരോ കാര്യം ഒരാളിലുണ്ടെങ്കിൽ അവനക്ക് നിർബന്ധം ഇല്ല നോമ്പ്. അതുപോലെ നോമ്പ് പിടിക്കുക താക്കത്തും വേണം, അവനക്ക് മാത്രം നിർബന്ധം. നോമ്പ് പിടിക്കുക താക്കത്തില്ലാത്ത ഒരു മനുഷ്യക്ക് നിർബന്ധമില്ല. നോമ്പ് പിടിക്കുക താക്കത്തിൽ അത് കാണുമ്പോഴത്തേക്ക് നോമ്പ് പിടിക്കുക താക്കത്ത് കഴിവ് വേണം. അതുപോലെ ശർഇയ നിയമത്തിൽ ഞങ്ങൾ ഇസ്ലാമുടെ ദീന്റെ നിയമത്തിൽ അവനക്ക് പിടിക്കുകയില്ല ഒരു ആവത് വേണം. അപ്പൊ നോമ്പ് പിടിക്കുക ആവതില്ലാത്തവനക്ക് നോമ്പ് നിർബന്ധമില്ല. നോമ്പ് പിടിക്കുക ആവത് ചെന്നെങ്കിൽ പുറത്ത് ബച്ച് അങ്ങനല്ല. നോമ്പ് പിടിക്കുക ആവത് ചെന്നെങ്കിൽ മക്ക ചെറിയ പ്രായപൂർത്തിയാവാത്ത മക്കൾക്ക് നോമ്പ് നിർബന്ധമില്ല, പിറാന്തക്ക് നിർബന്ധമില്ല. എനിക്കൊന്നും നോമ്പ് പിടിക്കുക ആവതില്ലാത്ത അങ്ങനെ. അതുപോലെ നോമ്പ് പിടിക്കുക ആവതില്ലാത്ത വയസ്സായ ആൾമാർ, ഒരിക്കലും ഗുണ ആവാത്ത ഗുണ ആവണമെങ്കിൽ ഇതൊരു പ്രതീക്ഷമേ ഇല്ല, അങ്ങനത്തെ രോഗമുള്ള മനുഷ്യന്മാർക്കും നോമ്പ് നിർബന്ധമില്ല. അപ്പൊ ബയസരങ്കും അതുപോലെ രോഗശിഫയാവലാണ്ട് ചൊന്തുള്ള രോഗശിഫയാവുടെ ഒരു പ്രതീക്ഷയില്ലാത്ത ഒരു രോഗ, ആ രോഗിയായ മനുഷ്യക്കും നോമ്പ് നിർബന്ധമില്ലകും. ആ നോമ്പുടെ ഓരോ നാലുക്കും ഓരോ മുദ്ദ് സ്വതക്ക കൊടുക്കണം, ഫിദിയ. അതിക്ക് പകരമായിട്ടുള്ളൊരു ഫിദിയ കൊടുക്കണം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ചൊല്ലുന്നു, വഅലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ തുആമു മിസ്കീൻ. നോമ്പ് പിടിക്കുക തീരാത്ത ആൾമാർ ഫിദിയ കൊടുക്കട്ട്. അത് ആറായിട്ടിക്കട്, എല്ലാരല്ല, നല്ല ബേസരങ്ങവും. അതുപോലെ ബേസരങ്ങമാത്ര നോമ്പ് എങ്ങനത്തെ ബേസ് കൊണ്ടിട്ട് നോമ്പ് പിടിച്ചു പോയെങ്കിൽ അയാളുടെ ആരോഗ്യത്തിന് എന്തിനായെങ്കിൽ കേട് ബറുണ്ട് ഒരു പേടി ഇന്നെങ്കിൽ. അതുപോലെ എങ്ങനത്തെ രോഗം നാണീ നോമ്പ് പിടിച്ച് പോയിട്ട് കണ്ടെങ്കിൽ ഈ രോഗത്തിന് ശിഫ ഉണ്ടാവൂല, രോഗം ഇനിയും കൂടിയോണ്ട് പോവും. അപ്പൊ രോഗത്തില് ക്യാൻസർ പോലത്തെ രോഗ, എയ്ഡ്സ്, അപ്പൊ ഇതിലുള്ള ഗുണം ആവിടുകൊണ്ട് ചൊല്ലൊരു പ്രതീക്ഷ രോഗിയ മനുഷ്യർക്ക് ഇല്ലേട്ട് കണ്ടെങ്കിൽ അവന് നോമ്പ് പിടിക്കണ്ട, നോമ്പ് നിർബന്ധമില്ല. അതുപോലെ ഹൈലുകാരത്തിക്കും നിർബന്ധമില്ല. അപ്പൊ ഇങ്ങനെന്താക്കണു ബയസരംഗവും അതുപോലെ ശിഫയുടെ പ്രതീക്ഷിക്കാത്ത ഈ രോഗിയായ മനുഷ്യ ഇങ്ങനെന്താക്കുക, നോമ്പ് പിടിക്കാതെ ആ നോമ്പ് വേനായിട്ട് ഓരോരോ മുദ്ദ് അരി കൊടുക്കാം. മിസ്കീന്മാർക്ക് മുദ്ദ് അരി കൊടുക്കുന്നത്, മിസ്കീന്മാർക്ക് പാവത്താൽമാർക്ക് ഭക്ഷണം കൊടുക്കാം. എന്താ ഇപ്പൊ അതതരായത്തിലുള്ള ഭക്ഷണം, സാധാരണ ഭക്ഷണം എന്തിന് ആ ഭക്ഷണം എടുത്തിട്ട് കൊടുക്കാം. ഞങ്ങളുടെ രായത്തിൽ 1/2 ചോറാക്കിട്ടാറ്. അപ്പൊ സാധാരണ 1/2 എടുത്ത് കൊടുക്കും, ഒരു മുദ്ദ് കൊടുക്കും. അതുപോലെ ഹൈലുകാരത്തിക്കും എന്തില്ല നോമ്പ് നിർബന്ധമില്ല. നിഫാസുകാരത്തിക്കും നോമ്പ് നിർബന്ധമില്ല. കാരണം അങ്ക് നോമ്പ് പിടിക്കൂ ആരോഗ്യമില്ലാത്തത് കൊണ്ടല്ല, ശർഇയായ നിയമത്തിൽ അങ്കെന്തരില്ല നോമ്പ് പിടിക്കുക ആവതില്ല. ശർഇയായ നിയമത്തിൽ ശുദ്ധി വേണം. അപ്പൊ ഇങ്ങ ശുദ്ധി ഇല്ലാത്ത ഇട്ടിക്കിട ഹൈലുകാരത്തിയായിട്ടിക്കിട് ശുദ്ധി. ഞങ്ങൾ ഈ ചെറിയ ശുദ്ധി വലിയ ശുദ്ധി ഉണ്ട്, അതല്ല ഈ ശുദ്ധി. അപ്പൊ ഈ ശുദ്ധി എന്നെങ്കിൽ ഇത് വേറെ ശുദ്ധി, ഹൈല് പെണ്ണുങ്ങൾക്ക് മാത്രം പ്രത്യേകത. അപ്പൊ ഈ ശുദ്ധി ഇല്ലാത്ത കുറെ നാൾ ശുദ്ധി ഇല്ലാതെ ഇക്കിടാറല്ലേ.
അപ്പൊ ഇങ്ക് ശർഇയ നിയമത്തിൽ എന്തില്ല, ഇങ്ക് ആപതി ഇല്ലാത്ത ഇട്ടിട്ട് നോമ്പ് പിടിക്കും. അതുകൊണ്ട് ഇങ്ങനെ നോമ്പ് പിടിക്കണ്ട. നോമ്പ് കഥാ വിട്ടണം, അത് വേറെ വിഷയം. നോമ്പ് പിടിക്കണ്ട. നോമ്പ് കഥാ വിട്ടണം, കഥായുടെ കൂലിയെ കിട്ടൂ. നോമ്പ് കഥാ ആയ കൂലി കിട്ടില്ല. പിന്നെ അതിൽ കുറെ അഭിപ്രായങ്ങളുണ്ട്, അത് വേറെ പ്രബലം നമുക്ക് കൂലി കിട്ടണ്ട കഥാ അല്ലാതെ. അപ്പൊ ഇങ്ങനെ ഇട്ടിട്ട് നോമ്പ് നിർബന്ധം അവിടെ. പിന്നെ നോമ്പുള്ള ഫർള് എന്തിനേ? നോമ്പിടെ ഫർള് കൽബ് കൊണ്ട് കരുതാം, നിയത്ത് വെക്കാം. കൽബിൽ നിയത്ത് വെക്കാം, മനസ്സിൽ കരുതുന്നുണ്ട്, നിയത്ത് വെക്കുന്നുണ്ട്. അതല്ലാതെ ഞങ്ങളിപ്പോൾ അവസ്ഥ നോക്കണു. ഞങ്ങളിപ്പോൾ പള്ളിയിലാവട്ട് ഇപ്പാവുത്തിലല്ലേ നിസ്കാരം, എവിടമാവട്ട് ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ ഖത്തീബു അഥവാ ഇമാമു അല്ലെങ്കിൽ ഇമാമിന്റെ ആള് തറാവി നിസ്കരിച്ചിട്ട് നവൈതു സൗമഗദിൻ അദാഇ ഫർദ് റമദാനി ഹാദി സനദില്ലാഹി തആല ഇങ്ങനെ നിയത്ത് വെച്ച് തരുമ്പോൾ അങ്ങനെ നിയത്ത് ചൊല്ലുക അല്ലേ. അങ്ങനെ ഈ മലയാളത്തിലായാലും നീയത്ത് അതിലർത്ഥം വെച്ച് തരുമ്പോൾ അങ്ങനെ ഞങ്ങൾ ചൊല്ലുക. പക്ഷേ ഞങ്ങളെ കൽബ് കൊണ്ട് ഞങ്ങൾ അതൊരു കരുതില്ല. ഞങ്ങൾ നാളെ റമദാന്റെ നോമ്പ് പിടിക്കലാണ്ട് ചൊന്നൊരു കരുത്ത് എൻ്റെ മനസ്സിലില്ല, ബായിലിങ്ങനെ ചൊന്നോട്ട് പോണ്ട. അങ്ങനായിട്ട് കണ്ടെങ്കിൽ അവൻ്റെ നോമ്പ് സ്വഹി അല്ല. നോമ്പിടെ പറഞ്ഞെന്തരെ നീയത്ത് വെക്കണു. അത് നീയത്ത് ബായിൽ നിർബന്ധമല്ല, കൽബില് നിർബന്ധമായിട്ടിക്കട്. കൽബ് കൊണ്ട് നീയത്ത് വെച്ചില്ലാണ്ട് കണ്ടെങ്കിൽ, കൽബ് ഞങ്ങൾ മനസ്സിൽ കരുതില്ലാണ്ട് കണ്ടെങ്കിൽ നോമ്പ് സ്വഹി അല്ല. ബായിൽ ചൊല്ലുക സുന്നത്തേ ഉള്ള നീയത്തില്, കൽബ് കൊണ്ടിട്ട് കരുത് കയറ്റിക്കിട്ട് നിർബന്ധ. അപ്പൊ നീയത്തിന് പകരം ഒരാള് അത്താല ഉണ്ട്, അത്താല എപ്പോഴും പ്രത്യേകത അത്താല എന്തില്ലല്ലേ, നോമ്പ് രണ്ടല്ലേ. അപ്പൊ നീയത്തെ ഒരു നോമ്പ് പിടിക്കാനുണ്ടല്ലേ. അപ്പൊ ആ അത്താല കൊണ്ടിട്ട് നീയത്ത് വെച്ചില്ലെങ്കിൽ മതിയാവില്ല. അത്താലാവുന്നൊന്നൊരു അത്താല മാത്രം ചോറ്, അത്താല മാത്രം ഉണ്ണിടാം. പക്ഷെ നീയത്തൊന്നില്ല, നാളെ നോമ്പ് പിടിക്കുന്നുണ്ട്. അങ്ങനെ കണ്ടെങ്കിൽ നോമ്പ് സുഹിയാവില്ല. ഈ അത്താല കൊണ്ടിട്ട് നീയത്ത് കിട്ടില്ല. അതുപോലെ നോമ്പ് ഒരിക്കലും കാര്യമല്ല, വിട്ടോട് നീക്കുക, അതുകൊണ്ടിട്ടും നീയത്ത് കിട്ടല. അങ്ങനെ ഓരോ നാളും ഓരോ നീയത്ത് വെക്കണം, ഓരോ നാളും ഓരോ നീയത്ത് വെക്കണം. ഇനി ഒരാള് റമദാന്റെ തുടക്കം ഫസ്റ്റ് 30 നോമ്പിടെ നീയത്ത്, അഥവാ റമദാൻ ഫുള്ള് എത്ര നോമ്പ് കിട്ടരുത് ആ ഫുള്ള് നോമ്പിടെ നാണ് പിടിക്കുക കരുതിയാണ്ട് ഫസ്റ്റ് റമദാന്റെ ഫസ്റ്റ് ജാവുക ഒരാൾ നീയത്ത് വെച്ചാ അവനക്ക് എല്ലാ നോമ്പ് പിടിക്കുക ആ നീയത്ത് മെയ്യാവില്ല. അങ്ങനെ അവർക്ക് നീയത്ത് വെച്ചെങ്കിൽ അങ്ങനെ നീയത്ത് മെയ്യാവില്ല. പക്ഷെ അത് അത്യാവശ്യമായിട്ട് വെക്കണം, വെക്കിടുന്നല്ലേ. അങ്ങനൊന്നും ആ നീയത്ത് വെക്കിടുന്നല്ലേ. ഫസ്റ്റ് നാണ് എല്ലാ റമദാന്റെ നോമ്പ് പിടിക്കാണ്ട് ഫസ്റ്റ് നീയത്ത് വെക്കിടുന്നല്ലേ. കാരണം ബഹുമാനപ്പെട്ട മാലിക് റളിയല്ലാഹുവിന്റെ അടുക്കൽ മാലിക് മദ്ഹബില് എന്തുണ്ട്, നീയത്ത് മറന്ന ഒരു മനുഷ്യകു അവന് തുടക്കത്തിൽ നീയത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് ഞാൻ നോമ്പടിക്കാൻ നീയത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവനക്ക് നോമ്പ് എല്ലാ നോമ്പും കിട്ടും. അപ്പൊ ഇടയ്ക്ക് നോമ്പ് പ്രത്യേക നീയത്ത് വെക്കൊണ്ടില്ലാണ്ട് മാലിക് മദ്ഹബിലുണ്ട്. അതുകൊണ്ടിട്ട് തുടക്കത്തിലെ നിങ്ങൾ 30 നോമ്പ് പിടിക്കലാണ്ട് നീയത്ത് വെക്കുന്നത് നല്ലതെന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ചൊല്ലു. പക്ഷെ ഷാഫി മദ്ഹബിൽ ഓരോ നാൾക്കും ഓരോ നീയത്ത് പ്രത്യേകമായിട്ട് വെക്കണം. ചിലപ്പോൾ മറന്നു പോയെങ്കിൽ ഫസ്റ്റ് നിങ്ങളാണ് നീയത്ത് വെച്ചെങ്കിൽ അത് നല്ലുണ്ട്. പിന്നെ ഹനഫി മദ്ഹബില് പിന്നെ ഒരു അഭിപ്രായം തരേ, ഇപ്പൊ ഇണ്ട് ജാവ് നക്ക് നീയത്ത് വെക്കും മറന്നെങ്കിൽ ഇണ്ട് നക്ക് പോലും എന്താക്കാ നീയത്ത് വെക്കാണ്ട ഒരു അഭിപ്രായമുണ്ട്. അപ്പം സോറി അതല്ല. അപ്പൊ ഇമാം മാലിക് റളിയല്ലാഹുവിന്റെ അടുക്കൽ ചെന്നേ നീയത്ത് മറന്നിട്ട് കണ്ടെങ്കിൽ ഫസ്റ്റ് അവന് 30 നോമ്പ് പിടിക്കലാണ്ട് കരുതിയിട്ടുണ്ടെങ്കിൽ അവനക്ക് എന്തരാവിടൂ എല്ലാ നോമ്പും കിട്ടു. അപ്പൊ അങ്ങനത്തെ ഒരു അഭിപ്രായം പിടിച്ചിട്ട് ഞങ്ങൾ ചിലപ്പോൾ ഇടയ്ക്ക് നീയത്ത് മറന്നിട്ട് പോയി അങ്ങനെ നീയത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ നോമ്പുടെ നീയത്ത് ഞങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് അത് തുടക്കത്തില് 30 നോമ്പ് പിടിക്കലാണ്ട് ചൊല്ലത് നല്ലതായിട്ട് ഇക്കടത് ശൈഖുന ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ചൊല്ലു. പക്ഷെ ഷാഫി മദ്ഹബിൽ അങ്ങനെയല്ല. ഷാഫി മദ്ഹബില് നോമ്പിടെ എന്താക്കണു ഓരോ നോമ്പ് ഓരോ നീയത്തായിട്ടിക്കട്, അങ്ങനെ ആയിട്ടിക്കട് ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ മദ്ഹബ്.
അപ്പൊ ಬೇರೆ മദ്ഹബിടെ ഞങ്ങ കരുതുമ്പത്തുകു ಬೇರೆ മദ്ഹബിടെ പിൻപറ്റുമ്പത്തുകു ഞങ്ങളെ മനസ്സിൽ തക്ലീദാക്കണം. ഞാൻ ഈ മദ്ഹബിടെ അനഫി മദ്ഹബ് സ്വീകരിക്കില്ല അല്ലെങ്കിൽ മാലിക് മദ്ഹബ് സ്വീകരിക്കുന്നുണ്ട് തക്ലീദാക്കണം. ഇല്ലെങ്കിൽ നിയ്യത്ത് സ്വഹിയാവില്ല. നിയ്യത്ത് സ്വഹിയായില്ലെങ്കിൽ നോമ്പും സ്വഹിയാവില്ല. അപ്പൊ നിയ്യത്തിലെ വിഷയത്തിലുള്ള ഞങ്ങൾ പഠിക്കുന്നുണ്ട്. ഇതൊരു ചെറിയ രൂപത്തിലായിട്ട് വിശദീകരിച്ച്, കാരണം സമയം ഇല്ല. നോമ്പ് തീരെ മുന്നൊരു ഞങ്ങളെ ഈ നോമ്പുടെ വിഷയം ഒന്ന് തീർക്കണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല ചൊന്നതും കേട്ടതും ഒരു സ്വാലിഹായ അമലിൽപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.